ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഉറക്കത്തിൽ നിന്നിട്ട് വന്നതിൻ്റെ മുഖത്ത് കാണാനുണ്ട് പിന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറ്റുന്നതൊക്കെ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസൊക്കെ തന്നെ നല്ലപോലെ വാഷ് ചെയ്യുക. ഹിമാലയുടെ ഫേസ് വാഷാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് എനിക്ക് പുറത്ത് എന്ത് തേച്ചാലേ അങ്ങോട്ട് ശരിയാവത്തുള്ളൂ. അങ്ങനെ പിന്നെ ദാണ്ട് ഒരു സൺസ്ക്രീം എടുത്തിടുക. സൺസ്ക്രീം ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസർ എന്നും അങ്ങനെ എടുത്തില്ല, പക്ഷേ സൺസ്ക്രീം ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല കേട്ടോ. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് മുടിയെല്ലാം ചീക്കും. അപ്പം ചീപ്പ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ കൈ വെച്ച് തന്നെ എല്ലാം കെട്ടിയെടുത്ത് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് എടുത്തിരുന്നുണ്ട് കേട്ടോ. ചുമ്മാ വീഡിയോ എടുക്കില്ല അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ദാണ്ടെ മുടിയെല്ലാം ചീക്കി എല്ലാം കെട്ടി അതാണ്ട് 2 സൈഡിലോട്ട് ഒരു ശകലം ഇങ്ങനെ എടുത്തിട്ട്, അത് പെൺപിള്ളേർ എല്ലാവരുടെയും മിക്കവരുടെയും സ്വഭാവമാണെന്ന് തോന്നുന്നു. കെട്ടിക്കഴിഞ്ഞ് കുറച്ച് 2 സൈഡിലോട്ട് മുടി കുറച്ചിങ്ങനെ എടുത്തിടുക. പിന്നെ വിച്ചുകുട്ടനുമായിട്ടൊക്കെ ഇരുന്ന് അച്ഛൻ ഷർട്ട് ഇടട്ടെന്നും പറഞ്ഞ് ഓടുക ഗായ്സ്. അച്ഛൻ്റെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ അച്ഛൻ ഷർട്ട് എടുത്തിടാൻ പോവാണ്. പിന്നെ ദോശ ഇടാമെന്നും പറഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് കയറി. ദോശയും കിഴങ്ങറിയും കേട്ടോ. കിഴങ്ങറി മസാല ദോശ പോലെ അതിനകത്ത് ഫില്ല് ചെയ്ത് കേട്ടോ. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന പൊറോട്ട കേട്ടോ, അത് വിച്ചുകുട്ടിന് വേണമെന്നും പറഞ്ഞ് ആവിയേറ്റാൻ എടുത്ത് വെച്ച് വെക്കുക. എന്നാലും ഞാൻ കൊടുത്തില്ല. പിന്നെ ദാണ്ട ദോശ ദാണ്ട നല്ലപോലെ ക്യാരറ്റ് ദോശ കേട്ടോ. അത് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കുക. സൂപ്പറാട്ടോ, അടിപൊളിയാണ്. ക്യാരറ്റും കൂടെ ഇതാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ക്യാരറ്റ് ദോശ ഇടാമെന്ന് പറഞ്ഞ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ പൊടിമൂടുത്ത ഓരോ കാര്യമൊക്കെ ഇരുന്ന് പറയുക. അവളാട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അത് കഴിഞ്ഞാണ്ട് ദോശ ഇടുക. വിച്ചുകുട്ടനാട്ടോ ഇപ്പം ചുടുന്നത്. അങ്ങനെ വിച്ചുകുട്ടനെ ആണ്ട് നല്ലപോലെ പരത്തി നല്ലപോലെ ചുടുക. ചുട്ട് അവൻ പറയുന്നത് സ്റ്റാർ ദോശ മതിയെന്നാ കേട്ടോ. പക്ഷേ ഞാൻ സ്റ്റാർ ദോശയല്ല കേട്ടോ, സാധാ മറ്റേ മസാല ദോശ പോലെ ചുടുക. സ്റ്റാർ ദോശ എന്ന് അവൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞു ദോശ. അതാകുമ്പോൾ ആർക്കൊന്നും കഴിക്കണ്ടല്ലോ, കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. ഞാൻ പിന്നെ വലിയ മസാല ദോശ പോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അവന്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് അത് മതി ഇത് മതി എന്നൊക്കെ. അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ചുട്ട് വെച്ച് അത് കഴിഞ്ഞപ്പോൾ അമ്മ തേങ്ങ തിരിങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അമ്മയ്ക്ക് തേങ്ങ തിരിങ്ങി കൊടുക്കുക. തേങ്ങയൊക്കെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടുള്ള ഇതാ തേങ്ങ തിരിങ്ങുന്നത്. അപ്പം എനിക്കിപ്പം വശമാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഇരുന്നുകൊണ്ട് പണ്ടേ ഇവിടെ ഇരുന്നുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല വശമാണ് തേങ്ങ തിരിങ്ങാൻ. അത് കഴിഞ്ഞ് വിച്ചുകുട്ടനെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നതിന് ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര മടിയാണ് ബ്രഷ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ചാൽ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത്. ബ്രഷ് ചെയ്തില്ലേ അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന വിച്ചുകുട്ടന്. അങ്ങനെ പിന്നെ ദാണ്ട് വിച്ചുകുട്ടനെ ആണ്ട് മസാല ദോശ കൊണ്ടുപോകും. അപ്പോൾ എന്താ പറയുന്നുണ്ട്, എനിക്കിത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാം, എരിവ് അങ്ങനെ അധികം ഇഷ്ടമല്ല. ഇതാണ് നമ്മുടെ വീട്. ഇങ്ങോട്ട് വന്ന് ഇതാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഇപ്പുറത്ത് തന്നെ നമ്മുടെ വീട് തന്നെ, നമ്മുടെ വീടാ. തണ്ട ഇപ്പുറത്ത് കാണുന്നത് നമ്മുടെ വീടാണ്. അങ്ങനെ തണ്ട ഇവിടെ വന്ന് അച്ചാച്ചൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറയുക. അച്ചാച്ചൻ്റെ അടുത്ത് അച്ചാച്ചൻ എൻ്റെ വീഡിയോ കണ്ട് ചിരിക്കും കേട്ടോ. അച്ചാച്ചൻ അങ്ങ് ഓടിക്കളയും ഞാൻ വീഡിയോ ക്യാമറയും കൊണ്ട് വരുന്ന കാണുമ്പോൾ. അങ്ങനെ എൻ്റെ അക്വേറിയം എടുത്ത് ഇവിടെ വെച്ചേക്കുക. അതെല്ലാം വെച്ച് വൃത്തിയാക്കുക. എന്നിട്ട് അമ്മാമ്മ എടുത്തോട്ട് എന്ന് അമ്മാമ്മ വീഡിയോ എടുക്കുന്നത്. അമ്മാമ്മ ഇങ്ങനെ ചിരിക്കുക കേട്ടോ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ. അങ്ങനെ നല്ല അരിയൊക്കെ അടുപ്പിൽ ഇടുക. ഇവിടെ നമ്മൾ അരിയൊക്കെ വെക്കുന്നത് കേട്ടോ. ചിക്കൻ കറിയൊക്കെ വെച്ചില്ലേ അതിവിടെ. അത് കഴിഞ്ഞ് ദാണ്ട വിച്ചുകുട്ടനും അച്ചാച്ചനുമായിട്ട് എന്ന കാര്യം പറഞ്ഞ് ഞങ്ങളുടെ വെളിയിലിറങ്ങി. എൻ്റെ അമ്മയുടെ കറ്റാർവാഴ കൃഷിയുണ്ടോ, അച്ഛൻ നാണ്ട വർഷോപ്പിൽ പോകാൻ ഇറങ്ങും കേട്ടോ. അച്ഛൻ പൊടിമോ എടുത്തു ഒക്കെ പറയും. പൊടിമോക്കാണെങ്കിൽ ഇന്ന് ചൂനാട് വരെ പോകണം. അപ്പോൾ അവിടെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇപ്പോൾ ചോദിക്കുക. വിച്ചുകുട്ടനാണെങ്കിൽ ലവ് ബേഴ്സ് വേണമെന്നും ഒക്കെ അച്ഛൻ്റെ അടുത്ത് പറയും. ഇത് കണ്ട അമ്മയുടെ ചെടി കൃഷി കേട്ടോ. അമ്മ ഭയങ്കര ചെടി കൃഷിക്കാരി തന്നെയാണ്. പക്ഷെ അത്രയും ഇതല്ല കേട്ടോ, ചെടിയോട് എനിക്ക് അത്ര ഭ്രാന്തില്ല. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഭ്രാന്താകും. അതുകൊണ്ട് നിറച്ച് ചെടിയുണ്ട്. അത് കഴിഞ്ഞാണ്ട് അകമെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയാലും പ്രയോജനമൊന്നുമില്ല കേട്ടോ. വിച്ചുകൂട്ടൻ അത് 2 മിനിറ്റ് കൊണ്ട് എല്ലാം കുളവാക്കി നല്ല ആശകൂശമാക്കി തരും. ഞാൻ പിന്നെ എന്നാലും തൂത്തെല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ഇടും അകമെല്ലാം. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കും. പിന്നെ നിങ്ങൾ ഈ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്ക്, അയ്യോ തുടച്ചേം തൂത്തേം വീടാന്ന് പറയത്തേയില്ല. അതുപോലെ പേപ്പർ വലിച്ചീറിയിടും. ഇത് ഒന്നാമത് വെക്കേഷനും കൂടെ അല്ലേ, അപ്പോൾ അവരെടുത്ത് അടങ്ങിയിരിക്കത്തില്ല. അയ്യോ ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പോൾ ട്യൂഷന് വിടുന്നുണ്ട്. അങ്ങനെ പിന്നെ അടുക്കളയിൽ വന്ന് എനിക്ക് കഴിക്കാനുള്ള ദോശയൊക്കെ ഞാൻ ചുട്ട് എടുക്കുക. അമ്മയ്ക്കാണെങ്കിൽ ഇന്നൊരു മരിപ്പുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് അതിന് പോകണം. അങ്ങനെ പിന്നെ ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്ത് കഴിക്കുക. പിന്നെ പയറുമൊക്കെ മെഴുക്ക് പുരട്ടാനെല്ലാം അരിഞ്ഞെടുത്ത്
എല്ലാം കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ടി വിയും കാണുന്നുണ്ട്, പയറരിയുന്നുകൊണ്ട് വീഡിയോ എടുത്തതിന് വിച്ചുകുട്ടനെ പൊടിമോൾ ചൂനാട് വരെ പോയി. അത് കഴിഞ്ഞാണ്ട് പയറെല്ലാം അരിഞ്ഞാണ്ട് പിന്നെ തീയൽ വെക്കാന്നാണ്ട് തേങ്ങയെല്ലാം വറുത്തെടുക്കുക. പിന്നെ തേങ്ങയെല്ലാം വറുത്തെടുത്ത് എല്ലാം ചെയ്ത് പിന്നെ പീര വറ്റിച്ച് ഇതെല്ലാം ചെയ്ത് അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് വിച്ചുകുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടിയാണ്ട് അവൻ്റെ അടുത്ത് പറയാം, കുളിക്കാനും മടിയാ, കുളിപ്പിക്കുന്നതിന് തന്നെ കുളിക്കണമെന്നും പറഞ്ഞ് വേളവാ. അങ്ങനെ പിന്നെ അവനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് എല്ലാം റെഡിയായി വന്നപ്പോൾ സത്യം പറയാലോ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഈ കുളിക്കാതൊക്കെ ഇരുന്നപ്പോൾ കുളിച്ചിട്ട് വന്നപ്പോൾ എന്തോ വലിയൊരു സമാധാനം ആയതുപോലെ. അങ്ങനെ കുളിച്ച് റെഡിയായി എല്ലാം വന്ന് വിച്ചുകുട്ടന് ചോറൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞ് ഇരിക്കുക. വിച്ചുകുട്ടനെ വിളിക്കുക, നമുക്ക് ചോറ് കഴിക്കാമെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് വിച്ചുകുട്ടനും ചോറൊക്കെ കൊടുത്ത് എല്ലാം കണ്ട് അതിന് ഓരോ ആക്ഷൻ കാണിക്കും. ഞാൻ ചോറ് കൊടുക്കും, അവന് ഓടും, പിന്നെയും ചോറ് കൊടുക്കും, ഓടും. അങ്ങനെ പിന്നെ അവന് ചോറ് കൊടുത്ത് അവൻ്റെ പ്ലേറ്റിൽ തന്നെ ഞാൻ കുറച്ച് ചോറും തീയലും മെഴുക്ക് പുരട്ടിയും പീര പറ്റിച്ചതും എല്ലാം കൂടെ എടുത്ത് ഞാനും കഴിക്കും കേട്ടോ. അപ്പം വിച്ചുകുട്ടൻ ഇങ്ങനെ ഓരോന്ന് നമുക്ക് പറയുക കേട്ടോ. വീഡിയോ ഏതാണ്ട് ഇത് പൊടിമോടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അപ്പോൾ അത് അവൾ കാണാതെ അവളില്ലാത്തപ്പോൾ എടുത്ത് വെക്കുക കേട്ടോ. അവളുണ്ടെങ്കിൽ അവൾ കൊടുക്കത്തില്ല. അങ്ങനെ നാണ്ടാണ്ട് അത് എന്താണെന്നറിയോ, ചീത്തയാക്കുക, അത് പെട്ടെന്ന് നശിപ്പിക്കുക എന്ത് സാധനം കിട്ടിയാലും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കാര്യം പറഞ്ഞെല്ലാം ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണും ഞെക്കാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ എന്നും ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന കാര്യം പറയാൻ അങ്ങ് വിട്ടുപോകും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.